പിഞ്ചി വെള്ളരിക്ക എന്നെ പാക്കാമെ പോവാതെ വെള്ളരിക്ക വെള്ളരിക്ക എന്നെ തുടിക്കില്ല. ഞാൻ അന്നൊരു കാര്യം ചോദിക്കാൻ മറന്നുപോയി. ചേട്ടൻ എന്തിനാ എന്നെ സേലത്തേക്ക് പറഞ്ഞു വിട്ടത്? കപ്പലണ്ടി വാങ്ങിക്കാൻ ആണോ? ചേട്ടാ തമിഴ്നാട്ടിൽ മുഴുവൻ തമിഴാ ആണ്. അതും അവര് പറയുന്നത് മുഴുവൻ തെറിയാ. എടാ മണ്ട തെറിയല്ല, നീ എന്ത് ചെയ്യുന്നു എന്നാണ് ചോദിച്ചത്. അപ്പൊ ഇതോ? അത് മുടി ആണോ? പിന്നെ അവന്റെ ഒരു ചേച്ചി മര്യാദയ്ക്ക് ഇറങ്ങി പോകുന്നു. റെയിൽവേ സ്റ്റേഷനിൽ വിളിച്ചു കൊടുത്തിട്ട് എന്നോട് ഇവിടെ ഇറങ്ങി പോരാ. ഞാൻ ഇവിടുന്ന് പോണ പ്രശ്നമില്ല. ചേച്ചി പോകില്ല. ഇല്ല 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 ചേച്ചി ഞാൻ സമ്മതിച്ചു, നിന്നെ ഇവിടെ ഇറക്കി വിടില്ല. നീ അവളെ വിട്. മോന് വിശക്കുന്നില്ലേ? ഒരു ആന ബിരിയാണി തിന്നാനുള്ള വിശപ്പുണ്ട്. ആണോ? ബാ വാങ്ങിച്ച. നമ്മൾ ഇതിനെ പുറത്തേക്ക് പോണ ചേച്ചി ഇവിടെ ഉണ്ടല്ലോ. അവൾ ഉണ്ടാക്കുന്ന കഴിച്ചാൽ വയറിളകും, പുറത്തുനിന്ന് കഴിച്ചാ വയറ് പെരുകും. ഏത് വേണം? എനിക്ക് വയറ് പെരിയാ മതി. അയ്യോ പത്ത് കണ്ടുപിടിച്ച തെണ്ടി. വാലടക്കില്ലേ? വാല് തുറക്ക്. തുറക്കാൻ വാല് തുറക്ക്. തുറക്കില്ല. ഓ അമ്മേ. വിജയ്, എന്റെ പേര് വി ജയണ്ണ. ആ പേരിലൊരു സാധനം അകത്തുണ്ട്. പോയി മുട്ടിയാ മതി, പ്രതീക്ഷിക്കാതെ കിട്ടും. ഒന്ന് നിക്ക, ലാസ്റ്റ് സപ്പറല്ലേ, ഒന്നും കൂടി കണ്ടോട്ടെ. ഇനി മുട്ടിക്കോളൂ. ഒരെണ്ണം കിട്ടിയത് പോരാ. അയ്യോ അയ്യോ സമയത്തിന് വണ്ടി സമയത്തിന് അടി കിട്ടി. ചേച്ചിയെ 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 ചേച്ചി അമ്മേ. ഒരടി മിസ്സായില്ല. ക്ഷമിക്കണം, അടി കിട്ടിയില്ലല്ലോ. ആള് മാറിപ്പോയതാ. വട്ട തനിക്കോ? ഏയ് എനിക്കല്ല, അവന്. വിജയ് എന്തി? കുളിക്ക. നമ്മളാരാ? ഞാൻ ഇവിടെ മൊത്തത്തിൽ ഇതൊക്കെ വിജയമോൻ ഈ ബാറ്റ് കൊണ്ട് കളിച്ചു കിട്ടിയതാ. ഭയങ്കര കളിക്കാരനാ. ഹലോ ഹലോ. വായിരിക്കും. ടെന്നീസിൽ സ്റ്റേറ്റ് ചാമ്പ്യൻ ആണല്ലേ? കുട്ടപ്പേട്ട കുടിക്കാൻ എന്തെങ്കിലും എടുക്കോ? അപ്പൊ ഒന്ന് മനഃപൂർവ്വം എന്റെ മുമ്പിൽ തോറ്റതാണ്. എന്തിനത്? ഈ തലതെറിച്ചവനുമായി ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കാൻ. കോളേജിൽ വന്ന അന്ന് ആദ്യമായിട്ട് കണ്ടത് ഒരു അടിയുടെ സീനിലാണെങ്കിലും അത് ന്യായത്തിന് വേണ്ടിയായിരുന്നു എന്ന് എനിക്ക് പിന്നീട് മനസ്സിലായേ. എല്ലാവരും അജിത്തിന്റെ തിന്മകൾ മാത്രം പറയുമ്പോൾ ഞാൻ നന്മകൾ കണ്ടെത്താൻ ശ്രമിച്ചു. അതൊടുവിൽ ദേ ഇങ്ങനെ എന്റെ മുന്നിൽ കൊണ്ടെത്തിച്ചു. ദോസ്ത്, കണ്ടോടാ മഹാത്ഭുതം. MGR MN നമ്പ്യാർ ഒരുമിച്ച് വരുന്നവരുണ്ട്. ബൈക്കിന്റെ പിന്നിൽ ആരെയും കയറ്റാത്ത നീ ശത്രുവായ ഇവനെ കയറ്റിയത് അത്ഭുതം തന്നെ. ബൈക്കിന്റെ പുറകിലല്ല, ഹൃദയത്തിലാ കയറിയത്. എന്നെ തോപ്പിച്ചു കളഞ്ഞു. ഇവൻ ഇന്നു മുതൽ എന്റെ ഫ്രണ്ടാ, നിങ്ങളുടെയും. ഈ കോളേജിലെ രണ്ട് ഹീറോസ് ഒരുമിച്ച ഈ സുദിനം അജിത്, കവിതയിലെ പടത്തിന്റെ ടിക്കറ്റ് ഓക്കെ. നിക്ക് രണ്ട് ടിക്കറ്റേ ഉള്ളൂ, എനിക്കും അജിത്തിനും. അത് കൊള്ളാലോ. കണ്ടിട്ട് വന്നിട്ട് നാളെ കഥ പറഞ്ഞുതരാം. ഓക്കെ, വണ്ടി വിട. അളിയ ന്യൂൺഷോയുടെ സമയം മാറ്റി. ഇന്ന് മുതൽ മാറ്റിന്റെ സമയത്താ ന്യൂൺഷോ. അതുകൊണ്ട് പേടിക്കണ്ട, കടന്നു പോയാലും അങ്ങ് എത്തും.
ഡാ, നീ നിന്റെ വണ്ടി എടുക്ക്. നിന്റെ പുറകിലിരുന്നല്ലേ ഞാൻ രാവിലെ വന്നത്. എടാ, നിന്റെ വണ്ടിയുടെ ചാവി ഇങ്ങോട്ട്. ആ എത്ര ടിക്കറ്റ് ഉണ്ടെന്നാ പറഞ്ഞേ? 2. ആ എന്നാലേ ഞങ്ങളുടെ വണ്ടി കള്ളം കൊണ്ടുപോയി. ദാ, വാ. ഈ താക്കോൽ എടുത്തേക്കാൻ കംപ്ലീറ്റ് കള്ളന്മാരാ. ഇന്ന് നമ്മ ഒരു പടം കണ്ട തന്നെ. ഓട്ടോ വാ, പൈസ ഉണ്ടോ നോക്കട്ടെ. അതൊക്കെ ഉണ്ട്, വേഗം കയറി. ആ വിട്ടോ. വണ്ടി വിട്ടോ. ഇങ്ങോട്ടോ. കവിത തിയേറ്ററിലേക്ക് വിട്ടോ. നിർത്തടാ. അജിത്, ഓട്ടോ. ഡാ, അജിത്, ഡാ, അവിടെ നിൽക്കാൻ. ഹലോ. ഹലോ. ഞാനൊട്ടും പ്രതീക്ഷിച്ചില്ല. വാ. ആ, അമ്മയാ. ഇതെന്റെ ഫ്രണ്ട് വിജയ്. വാ. അജിത്, നിന്നോടൊരു കാര്യം പറയാനുണ്ട്. നീ മാത്രം അകത്തേക്ക് വാ. ഫ്രണ്ട്സിനെ ആരെയും വീട്ടിലേക്ക് വരുത്തരുതെന്ന് നിന്നോട് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ? അമ്മ ഉദ്ദേശിക്കുന്ന പോലത്തെ ആളല്ല. അവൻ എന്റെ നല്ല ഫ്രണ്ടാ. അതൊക്കെ കോളേജിലോ ക്ലാസ്സിലോ വെച്ച് മതി. വീട്ടിലേക്ക് വിളിച്ചിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് ഒന്നും വേണ്ട ഇവിടെ. അമ്മ ഇവൻ നല്ലവനാ. എന്നെ ഒരു ക്രിട്ടിക്കൽ സ്റ്റേജിൽ ഹെൽപ്പ് ചെയ്ത് ഇവനാ. എന്തായാലും ശരി, നിന്റെ ഒരു ഫ്രണ്ടിനെ ഇവിടെ അംഗീകരിക്കാൻ പറ്റില്ല. ആ, പറഞ്ഞുവിടാൻ നോക്ക്. അമ്മ ദേ. നീ എന്താ ഇവിടെ തന്നെ നിന്ന് കളഞ്ഞേ? കയറുവാ. ഞാനിപ്പോഴാ ഓർത്ത എനിക്ക് അത്യാവശ്യമായിട്ട് ഒരാളെ കാണാനുണ്ടായിരുന്നു. ഇതൊരു വന്നപ്പോ ചുമ്മാ കയറിയെന്നേ ഉള്ളൂ. ഞാൻ ഇറങ്ങട്ടെ. അല്ല, കോളേജ് വെച്ച് കാണാം. ഞാൻ